ഹലോ! ഇന്നൊരു അടിപൊളി വറുത്തരച്ച ഞണ്ട് കറിൻ്റെ റെസിപ്പിയാണേ. നമുക്ക് ചോറിനും ചപ്പാത്തിക്കും നെയ്ച്ചോറിനും പൊറോട്ട, നെയ്പ്പത്തില്, ഒറോട്ടി എല്ലിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് പോകുന്നൊരു കറിയാണേ. 1/2 കിലോ ഞണ്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 1/4 കപ്പ് തേങ്ങയിലേക്ക് 1 ടീസ്പൂണ് പെരുംജീരകം, പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, 4-5 ചെറിയുള്ളി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് ഫുള്ളായിട്ടുള്ള കുരുമുളകും 1 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നല്ല ബ്രൗൺ കളറാകുന്നവരെ തേങ്ങ വറുത്തെടുക്കാം. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് പൊടികളൊന്ന് ചൂടാക്കിയെടുക്കാം. പൊടിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1/2 ടീസ്പൂണ് ഗരം മസാലയും ഒരു കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ചൂട് തണിഞ്ഞിട്ടാകുമ്പോൾ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. ഇനി മീഡിയം സൈസിലുള്ള 2 ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പം ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ഉള്ളിയിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ല വലിപ്പമുള്ള ഒരു തക്കാളിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്തിട്ട് നല്ലോണം ഉടഞ്ഞ് വരുന്നവരെ വേവിച്ചെടുക്കാം. തക്കാളി നല്ലോണം കുക്കായിട്ടാകുമ്പം കഴുകി ക്ലീൻ ചെയ്ത് വെച്ച് ഞണ്ട് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് കുറച്ചൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഞണ്ട് വേവിച്ചെടുക്കാം. ഞണ്ടെല്ലാം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മിക്സി ജാറിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളമാക്കിയിട്ട് കംപ്ലീറ്റ് അരപ്പും കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക ചെറിയ തീയിൽ. അപ്പം ഇതാ കിടിലം വറുത്തരച്ച ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂട് തണിഞ്ഞിട്ടാകുമ്പം സെർവ് ചെയ്യാം. അടിപൊളി കറിയാണ്, എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലിൻ്റെ കൂടെയും നല്ല അടിപൊളിയായിട്ട് പോകുന്ന കറിയാണ്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.